നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വന്ദനം പറയുന്നു. നമ്മുടെ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ഷംസീർ പറഞ്ഞ ഒരു വാചകം ഒരു ചാനൽ ചർച്ചയിലാണ്. അപ്പൊ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന കുറെ കാലമായിട്ട് മനസ്സിൽ കിടക്കുന്നുണ്ട്, ഇതൊന്ന് പ്രതികരിക്കണം. ഒരു വളരെ ചുരുക്കം മിനിറ്റുകളിൽ നീളുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് എനിക്ക് കിട്ടുന്നെങ്കിലും അദ്ദേഹം അതിൽ പറയുന്ന വാസ്തവവിരുദ്ധമായ പ്രസ്താവനകൾ. അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ്, മതേതരമാണ് വിശ്വസിക്കുന്നത്. പക്ഷേ മതേതരവാദിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ജലീലിനെ പോലെ ഇസ്ലാമിക തീവ്രവാദം മനസ്സിൽ കയറാറുണ്ട്, മതഭക്തി കയറാറുണ്ട്. കാര്യസാധ്യതയ്ക്ക് വേണ്ടിയും മതപ്രചരണത്തിന് വേണ്ടിയൊക്കെയാണ് ഇവര് ഇടതും വലതും പല പക്ഷവും ചേർന്ന് നിൽക്കുന്നെങ്കിലും നമുക്കറിയാം സന്ദർഭോചിതമായിട്ട് ഇതെല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഇത് പുറത്തു ചാടി വരാറ്. അതിലൊരു ബഹിസ്ഫുരണമാണ്, പുറത്തേക്ക് അനിർഗളം ഗമിച്ചതാണ് ഈ ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ശരിക്കും ഒരു സഖാവാണോ എന്നൊരു സംശയമുണ്ട്. അതൊരു പക്ക സുഡാപ്പിയാണോ? സുഡാപ്പിയാവാനേ ഉള്ളൂ സാധ്യത. കാരണം ഒരു സുഡാപ്പിയുടെ ഹൃദയം ഒരു പക്ക തീവ്രവാദ മുസ്ലിമിന്റെ ഹൃദയമാണ് ഷംസീറിന്റെ വാക്കുകളിലൂടെ പുറത്തോട്ട് വരുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ അതിന്റെ മുഴുവൻ വിശദീകരണങ്ങൾ അടുത്തൊരു ഭാഗത്ത് ചെയ്യാമെങ്കിലും ഇതൊന്ന് തുടങ്ങി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന തുടങ്ങുന്നത് അങ്ങനെയാണ്: പരിശുദ്ധ ഖുർആൻ ഒന്ന് മനസ്സിരുത്തി വായിച്ചിരുന്നെങ്കിൽ എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. മതപ്രഭാഷണം അല്ല കേട്ടോ, ഇതൊരു ചാനൽ ചർച്ചയാണ്. പക്ഷേ മതം പുറത്തു വന്നു, അത്രേ ഉള്ളൂ. എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം, പരിശുദ്ധ ഖുർആൻ എന്ന് പറയാൻ ഖുർആനകത്ത് എന്ത് പരിശുദ്ധിയാണുള്ളത്? അത് ഷംസീർ സാറ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഈ മതത്തിനകത്ത് അന്യമത നിന്ദയുണ്ട്. കൊള്ള എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുന്ന വസ്തുക്കളെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, പങ്കുവെക്കുന്നത് എങ്ങനെയാണെന്നും അങ്ങനെ തന്നെ തലക്കെട്ടിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്, 8ാമത്തെ അധ്യായം. യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ. യുദ്ധമല്ല, മുഹമ്മദും കൂട്ടരും ഒരിക്കൽ പോയി യുദ്ധം നടത്തിയിട്ടുണ്ട്. അവർ നടത്തിയെല്ലാം കൊള്ളയടിക്കലാണ്, ലൂട്ടിങ് ആണ്. അപ്പൊ അങ്ങനെ പതിയിരുന്ന് കൊള്ളയടിച്ച് കിട്ടുന്ന വസ്തുക്കൾ എങ്ങനെ പങ്കുവെക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഇന്നും അവർക്ക് ചെയ്യാം. അപ്പം അത് പഠിപ്പിക്കുന്ന ഒരധ്യായം. കൊലപാതകം, അന്യമതസ്ഥനെ കൊല്ലണം, അവിശ്വാസിയെ കാണുന്നിടത്ത് വെച്ച് പടലിക്ക് വെട്ടണം, അവന്റെ കൈകാലുകൾ അരിഞ്ഞു കളയണം, വിരലുകളും വെട്ടിക്കളയണം. അവിശ്വാസിയാണ്, ഇവരെ ഉപദ്രവിച്ച കാര്യമല്ല പറയുന്നത്. അന്യമതസ്ഥൻ, അവിശ്വാസി, കാഫിറുകൾ, അവരെ കൊല്ലണം. 9ാം അധ്യായം തൗബയ്ക്ക് അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതര മതസ്ഥർക്കും മനുഷ്യർക്കും വ്യഭിചാരം എന്ന് തോന്നുന്ന കാര്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള വ്യഭിചാരമല്ല, എന്നാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പല സംഭവത്തിലൂടെയുണ്ട്. അത് ഷംസീറിന് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും ഒന്ന് നോക്കണം. 2ാം അധ്യായത്തിലാത്ത ചില വാക്യങ്ങളും അത് പഠിപ്പിക്കുന്ന ചില ആശയങ്ങളും ശരിക്കും പറഞ്ഞാൽ വ്യഭിചാരം തന്നെയാണ്. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു മതഗ്രന്ഥം ഇതിനകത്ത് എന്ത് പരിശുദ്ധിയാണ്? 1ാം അധ്യായം ഫാത്തിക തന്നെ യഹൂദനെയും ക്രിസ്ത്യാനികളെയും ശപിക്കപ്പെട്ടവരെന്നും വഴിതെറ്റിപ്പോയവരുമെന്നും ഒക്കെ വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇപ്പൊ ഇവര് 5 നേരം നിസ്കരിക്കുമ്പോൾ ചൊല്ലുന്നതാണ് ഇത്. അപ്പം ക്രിസ്ത്യാനികളുടെ നാട്ടിൽ പോയി ഇവര് ജീവിക്കും. ക്രിസ്ത്യാനികളുടെ നാട്ടിൽ അവരെ റെഫ്യൂജീസ് ആയിട്ട് കയറിപ്പോകും, അഭയാർത്ഥികളായിട്ട് കയറിപ്പോകും. അവർ കൊടുക്കുന്നത് തിന്നവിടെ വളരും, ജീവിക്കും. എല്ലിനിടെ കയറുമ്പോൾ അവർക്കെതിരായിട്ട് ബോംബ് സ്ഫോടനവും ഒക്കെ നടത്തും. പക്ഷെ എന്നിരുന്നാലും അവർ കാഫിറുകളാണ്, വഴിതെറ്റിപ്പോയവരും ശപിക്കപ്പെട്ടവരുമാണ്. അങ്ങനെയാണ് അവരുടേത് വാങ്ങിച്ചിട്ട് ഈ ശപിക്കപ്പെട്ടവരെന്നും വഴിതെറ്റിപ്പോയവരെന്നും പിഴച്ചുപോയവരെന്നും ഒക്കെ അഭിസംബോധന ചെയ്യുന്ന
ഇതേ മനുഷ്യരുടെ നാട്ടിൽ പോയി ഉളുപ്പില്ലാതെ ജീവിക്കാൻ ഒരു കുഴപ്പമൊന്നുമില്ല, ജീവിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ മതഗ്രന്ഥം എങ്ങനെയാണ് പരിശുദ്ധമാകുന്നത്? ഈ മതഗ്രന്ഥത്തിന്റെ സ്വാധീനമല്ലേ ഇന്ന് മനുഷ്യനെ കൊല്ലാനും കഴുത്തറക്കാനും പ്രേരിപ്പിക്കുന്നത്? ഇന്ന് ലോകത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ, കൊള്ളിവെപ്പുകൾ, ബോംബ് സ്ഫോടനങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, ഈ പ്രവർത്തനങ്ങൾ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ മുസ്ലിം സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ച് തള്ളിവിടുന്ന ഗ്രന്ഥമല്ലേ ഈ ഖുറാൻ? അതെങ്ങനെ പരിശുദ്ധമാണെന്ന്? ഇന്ത്യയിലെ ഒരു കോടതിയിൽ ഖുറാനിലെ 26 വാക്യങ്ങൾ, ആയത്തുകൾ അത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതായതുകൊണ്ട് അത് ആ പുസ്തകം നിരോധിക്കണമെന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ മനുഷ്യനെ കൊല്ലാൻ, മജ്ജയും മാംസവും വികാരങ്ങളും വിചാരങ്ങളും ഉള്ള മനുഷ്യനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു മതഗ്രന്ഥം എങ്ങനെയാണ് പരിശുദ്ധമാകുന്നതെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ, മുസ്ലിങ്ങള് എവിടെ മെജോറിറ്റി ആയോ ആ രാജ്യം മുഴുവൻ പ്രശ്നമാണ്. ഇപ്പം UK-ലാണെങ്കിലും പ്രശ്നമാണ്, അമേരിക്ക ഭൂരിപക്ഷം ആയിട്ടില്ല, ന്യൂനപക്ഷമാണ് ഇപ്പോഴും, എങ്കിലും ഇവർക്ക് പ്രശ്നമാണ്, ഇവർക്ക് സമാധാനമില്ല. ഇവർ ചെല്ലുന്നിടത്ത് ഇവർ അഭയാർത്ഥികളായിട്ടോ അല്ലെ മറ്റെന്തെങ്കിലും കാരണത്തിൽ അവിടെ കയറി ചെന്ന് പെറ്റുപെരുകി ഒരു പരുവായി കഴിയുമ്പോൾ ഇവർ ആ രാജ്യത്തിനെതിരായിട്ട് തന്നെ തുടരും. അപ്പം അതെല്ലാ രാജ്യങ്ങളും കാണുകയാണ്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇവരെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും മുസ്ലിങ്ങൾക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നത് കാരണം ഇവരുടെ സ്വഭാവം തന്നെയാണ്, ഇവരുടെ മതഗ്രന്ഥം ഇവരെ പഠിപ്പിക്കുന്ന തീവ്രവാദം. ഇപ്പൊ തന്നെ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ഇവർ ഒരു കാരണവശാലും മുസ്ലിം രാജ്യങ്ങളിലോട്ട് അഭയാർത്ഥികളോട്ട് പോകുന്നില്ല. സമ്പന്നമായ രാജ്യങ്ങളിലെ കുവൈറ്റോ UAE-യോ സൗദി അറേബ്യയോ ഇറാനിലോ ഇറാഖിലോട്ടോ ഒന്നും ഇവർ പോകുന്നില്ല. ഇവരെല്ലാം പോകുന്നത് ഇവർ കാഫീർ എന്ന് വിളിച്ചു കളിയാക്കുന്ന, ആക്ഷേപിക്കുന്ന അന്യമതസ്ഥർ ബഹുഭൂരിപക്ഷമുള്ള നാടുകളിലേക്കാണ്. നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ ലോകത്ത് എവിടെല്ലാം പാർക്കുന്നു, അവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അവരാരും തെരുവിൽ ഇറങ്ങിക്കൊണ്ട് കലാപം ഉണ്ടാക്കുന്നില്ല, അവരാരും ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ലോകത്തിൽ എവിടെ നടക്കുന്ന ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് UK-യുടെ തെരുവിലും അമേരിക്കയുടെ തെരുവിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റി ഇറങ്ങുന്ന ഈ ഒരു ജാതി മാത്രമേ ഉള്ളൂ. അങ്ങനെ മനുഷ്യനെ അസമാധാനപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഈ മതഗ്രന്ഥം, അതിനുവേണ്ടി മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന മതഗ്രന്ഥം സഖാവ് ഒന്ന് പറഞ്ഞു തരണം, ഇതെങ്ങനെയാണ് പരിശുദ്ധമാകുന്നതെന്ന്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു സഹോദരൻ വീഡിയോ അയച്ചു തന്നു. ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയി കമഴ്ത്തി കിടത്തി അവന്റെ മുടിക്ക് പിടിച്ചിട്ട് അവന്റെ കഴുത്ത് ഒരു കോഴിയുടെ കഴുത്തറക്കുന്നത് പോലെ ലാഘവത്തോടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചുകൊണ്ട് അറുത്തെടുത്ത് മാറ്റി വെക്കുകയാണ്. അവർക്ക് അതിനകത്ത് സങ്കോചങ്ങളില്ല, കുറ്റബോധങ്ങളില്ല, മനപ്രയാസങ്ങളില്ല, മനുഷ്യത്വമില്ല, മാനവികതയില്ല, മര്യാദയില്ല, നിർദയം, ദയ കൂടാതെ കരുണലേശമന്യേ ആ ഒരു മനുഷ്യന്റെ കഴുത്തങ്ങ് അറുത്തിട്ട് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ അത് അവർക്ക് എന്തോ ഒരു പുണ്യം കിട്ടുന്നത് പോലെ ആകത്തക്ക രീതിയിൽ ഈ മനുഷ്യന്റെ മനസ്സിനെ കഠിനമാക്കി തീർക്കുന്ന, പ്രേരിപ്പിക്കുന്ന, അതിനുവേണ്ടി നമ്മളറിയാം ലോകത്തെമ്പാടും വണ്ടി കയറ്റി മനുഷ്യനെ കൊല്ലുന്നു, കോൺസേർട്ടുകൾ നടക്കുന്നിടത്ത് കയറി വെടിവെക്കുന്നു, പെൺകൊച്ചുങ്ങളെ കൊണ്ടുപോയി ഈ അപമാനിക്കുന്നു, കൊല്ലുന്നു. ഇതൊക്കെ ഇവർ ചെയ്യുന്നത് അള്ളാഹു എന്ന് പറയുന്ന ശക്തിയുടെ പേരിലാണ്. അതിനിവരെ പ്രേരിപ്പിക്കുന്ന കാര്യം മതഗ്രന്ഥമായ ഖുറാൻ തന്നെയാണ്. അതിനെ എങ്ങനെയാണ് സഹാബി പരിശുദ്ധം എന്ന് വിളിക്കുന്നത്? നിങ്ങൾ ഒരു നിരീശ്വരവാദ പശ്ചാത്തലമാണ്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഭൗതികവാദ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയിലല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇസ്ലാമിക ഭീകര മതഗ്രന്ഥത്തെ പരിശുദ്ധ ഖുറാൻ എന്ന് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ സഹാബ് തന്നെ അത് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ കാര്യം, മനസ്സിരുത്തി വായിച്ചാലെന്നും പറഞ്ഞൊരു പ്രസ്താവന അങ്ങ് നടത്തി. എൻ്റെ ചോദ്യം, അങ്ങിത് മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടോ?
ഞാനിത് വായിച്ചതാണ്. അർത്ഥമറിഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും സഹാവ് ഖുർആൻ വായിച്ചിട്ടുണ്ട്. കാണാതെ പഠിക്കുകയും കാണാതെ ഓതുകയൊക്കെ ചെയ്യുന്ന ധാരാളം മുസ്ലിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ദാവാ പ്രീച്ചേഴ്സ് വരെ ഓതും. പക്ഷെ അർത്ഥമറിഞ്ഞു വായിച്ചവർ, അതിന്റെ ഓരോ ആയത്തുകളുടെയും അർത്ഥമറിഞ്ഞു വായിച്ച എത്ര പേരുണ്ട്? സഹാവ് വായിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചതാണ്. ഞാൻ വായിച്ചതാണ്. എനിക്ക് അതിനകത്ത് പരിശുദ്ധമായിട്ടൊന്നും കാണുന്നുണ്ട്. അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങ് ചെയ്യേണ്ടത് ഈ സമൂഹത്തെ ഒന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു പ്രസ്താവന, അതുകൊണ്ട് നമ്മൊന്ന് കേൾക്കാം. നിക്ക് സാറേ, സഖാവ് നിക്ക്. ഓ, അങ്ങ് എല്ലാ മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടില്ല, പക്ഷെ അങ്ങ് ഖുർആൻ വായിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അങ്ങൊരു പ്രസ്താവന നടത്തിയത്. ഖുർആൻ പഠിപ്പിക്കുന്നത്, അല്ല, എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യ സ്നേഹമാണ്. അത് ശരിയായിരിക്കാം. ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത തത്വശാസ്ത്രങ്ങളെ എനിക്ക് വേണ്ട എന്ന് പാടിയവരുണ്ട് നമ്മുടെ കേരളത്തിൽ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത, മനുഷ്യനെ കരുതാൻ പഠിപ്പിക്കാത്ത ആശയങ്ങളെ നമുക്ക് വേണ്ട. പക്ഷെ സഹാവിനോട് ഞാൻ ചോദിച്ചോട്ടെ, ഖുറാനിലെ എന്ത് മനുഷ്യ സ്നേഹമാണോ ഉള്ള സഹാവെ? അങ്ങ് മനസ്സിരുത്തി വായിച്ചു എന്നല്ലേ അങ്ങ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ഖുറാന്റെ അകത്ത് മനുഷ്യ സ്നേഹമുണ്ടോ? അതിനകത്ത് മതസ്നേഹം മാത്രമല്ല ഉള്ളൂ. മതസ്നേഹം. നിങ്ങളുടെ മതത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഭക്ഷണം പോലും മതപരമാക്കി. ഭക്ഷണത്തിനകത്ത് പോലും മതം കയറ്റിയവരാണ് നിങ്ങൾ. നിങ്ങളുടെ വസ്ത്രത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, മറ്റുള്ള ഇടപാടിനകത്ത് എല്ലാം മതം കയറ്റിയിട്ട് നിങ്ങൾ പറയുന്നു മനുഷ്യസ്നേഹമുണ്ടെന്ന്. മനുഷ്യസ്നേഹം ഇതര മതഗ്രന്ഥങ്ങളുണ്ടാവും. അഹിംസയാണല്ലോ ബുദ്ധമതം പഠിപ്പിക്കുന്നത്, അഹിംസയാണല്ലോ ജൈനമതം പഠിപ്പിക്കുന്നത്. സിഖ് മതക്കാരനും ആരെയും കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നു അന്യമതസ്ഥനെ കൊല്ലാൻ, കഴുത്തറക്കാൻ, വെടിവെച്ച് കൊല്ലാൻ, പൊട്ടിത്തെറിച്ചിട്ട് നൂറുകണക്കിന് ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിർദ്ദയം കൊല്ലാൻ നിങ്ങളുടെ മതം പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് എവിടാണ് മനുഷ്യസ്നേഹം? മതസ്നേഹം. മതഭീകരവാദ സ്നേഹം മാത്രമേ നിങ്ങളുടെ ഖുറാനകത്തുള്ളൂ. നിങ്ങളെ ഇസ്ലാം സ്വീകരിക്കുന്ന വ്യക്തികൾ എന്തിനാണ് അന്യരാജ്യങ്ങളിൽ പോയി പൊട്ടിത്തെറിക്കുന്നത്? ഒരുത്തൻ നല്ലൊരു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ പ്രാകൃതവും പ്രാചീനവും വൈകൃതവുമായ സ്വഭാവങ്ങളൊക്കെ മാറിയിട്ട് അവൻ മനുഷ്യനായി മാറുകയല്ലേ, മനുഷ്യസ്നേഹിയായി മാറുകയല്ലേ വേണ്ട, മനുഷ്യത്വമുള്ളവനായി മാറുകയല്ലേ വേണ്ട. പക്ഷെ എന്തുകൊണ്ടാണ് ഒരുത്തൻ മുസ്ലിമായി കഴിഞ്ഞു കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കാൻ പോകുന്നത്? സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി പൊട്ടിത്തെറിക്കുന്നത് എന്തിനാണ് നിരപരാധികളെ കയറി വെടിവെച്ച് കൊല്ലുന്നത്? അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന മതം, അതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഖുറാനും മനുഷ്യസ്നേഹം പഠിപ്പിക്കുന്നില്ല. അതിന്റെ ഉള്ളിൽ മതവൈരാഗ്യങ്ങളും ശത്രുതയും ഉള്ളു. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും അന്യമതസ്ഥരെ കുറിച്ചുള്ള ഭീകരത പഠിപ്പിച്ചു വിട്ട്, നിന്ന പഠിപ്പിച്ചു വിട്ട്, വെറുപ്പ് പഠിപ്പിച്ചു വിട്ട് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ പോലും ശാപഗ്രസ്തരാക്കി മാറ്റുന്നു. അതാണ് നിങ്ങളുടെ മതഗ്രന്ഥം. അതിനകത്ത് മനുഷ്യത്വം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമില്ല. അള്ളാഹു മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നില്ല. അള്ളാഹു മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നത് ഖുറാനകത്തുള്ളൂ. മുഹമ്മദിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നവർക്കാണ് സ്വർഗം. ഇതര മതസ്ഥരെ സ്നേഹിക്കണമെന്ന് ഖുറാൻ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം വ്യാജമാണ്. ഇല്ലാ കഥകൾ ഉണ്ടാക്കി നിങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഖുറാനകത്ത് അങ്ങനൊന്നുമില്ല. അല്ല, നിങ്ങൾ പരസ്യമായിട്ട് ഖുറാൻ എടുത്ത് വായിച്ച് കേൾപ്പിക്കുക, സത്യസന്ധമായിട്ട് വ്യാഖ്യാനിക്കുക. അതിനകത്ത് പറ ഏത് മതസ്ഥനെയും സ്നേഹിക്കുവാൻ അള്ളാഹു പഠിപ്പിച്ചു എന്ന്. അള്ളാഹു പഠിപ്പിക്കുന്ന അങ്ങനില്ല. അള്ളാഹു മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഖുറാനകത്ത് എഴുതി വെച്ചത്. അതല്ലാതെ മനുഷ്യ സ്നേഹമില്ല, മതസ്നേഹം. ഈ അടുത്തൊരു പ്രസ്താവന, അത് നിങ്ങളൊന്ന് കേട്ടോ.
ഖുറാൻ വളരെ പ്രോഗ്രസീവായ വ്യൂ, പുരോഗമനപരമായ വീക്ഷണം, ദർശനം, പ്രോഗ്രസീവായിട്ട് ഒരു വ്യൂ മുമ്പോട്ട് വെക്കുന്ന മതഗ്രന്ഥമാണ്. അല്ല, എന്ത് പ്രോഗ്രസീവായ വ്യൂ ആണ് ഖുറാൻ മുമ്പോട്ട് വെക്കുന്നത്? സഖാവ് അതൊന്ന് പറയാൻ ബാധ്യസ്ഥനാണ്. കേരളത്തിലെ സാക്ഷര സുന്ദര ജനത്തിന്റെ മുമ്പിൽ ഒരു ചാനൽ ചർച്ച വന്നിരുന്ന് അക്ഷരജ്ഞാനമില്ലാത്തവരോട് സംസാരിക്കുന്ന ഒരു മതപ്രഭാഷണം നടത്തിയ സഖാവിന് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന പ്രോഗ്രസീവ് വ്യൂ എന്തോന്നുള്ള കാര്യം? 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതവിശ്വാസമല്ലേ നിങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്നത്? നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഇന്നത്തെ മനുഷ്യനെ 1600 വർഷങ്ങളിലേക്ക് പുറകോട്ട് കൊണ്ടുപോയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? പർദ്ദയ്ക്കുള്ളിൽ കഴിയണം, സ്വാതന്ത്ര്യത്തോടെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, സ്വാതന്ത്ര്യത്തോടുകൂടെ നടക്കാൻ കഴിയാത്ത, വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത. കേരളത്തിൽ വിദ്യാഭ്യാസം മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുന്നതിന്റെ കാരണം മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ നിയമമാണ്, ഇവിടുത്തെ മതേതര വിശ്വാസ പ്രമാണമാണ്, അല്ലെങ്കിൽ സെക്യുലറിസം. അതുകൊണ്ടാണ് ഇവിടെ ഇവർക്ക് പഠിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ അഫ്ഗാനിസ്ഥാനിലെ പോലെ പഠിക്കാൻ അനുവാദമില്ലാതെ വീട്ടുപണി ചെയ്യാൻ മാത്രം, പ്രസവിക്കാൻ മാത്രം, പുരുഷന്മാരുടെ ശാരീരിക ലൈംഗിക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണം, ഉപഭോഗ വസ്തു മാത്രമാണ് മുസ്ലിങ്ങൾക്ക് സ്ത്രീകൾ. ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ സഹാബിനെ പഠിപ്പിക്കാം, ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണ് പ്രോഗ്രസീവ് വ്യൂ ആവുന്നത്? കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു സഖാവെ, നമ്മുടെ കേരളത്തിലെ ഒരു പ്രോഗ്രാം നടന്ന സമയത്ത്, സ്കൂളിലെങ്ങാണ്ട് നടന്നൊരു പ്രോഗ്രാമിനകത്ത് അപ്പനും മോളും കൂടെ പർദ്ദയിട്ടൊരു പെങ്കുച്ചൂടെ കയറി വന്നിട്ട് സമ്മാനം വാങ്ങിക്കാൻ കൊച്ചിനെ അനുവദിക്കാതെ അപ്പൻ വാങ്ങിച്ചുകൊണ്ട് പോയ കണ്ടായിരുന്നു. പ്രോഗ്രസീവ് മൈൻഡ് വ്യൂ സഹാവ് കണ്ടായിരുന്നോ അത്? സ്ത്രീകൾ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഉസ്താദ് പറഞ്ഞ് മാറ്റി നിർത്തിയ കണ്ടായിരുന്നു. പെണ്ണുങ്ങളെ മാറ്റി നിർത്തുന്നത് പ്രോഗ്രസീവ് വ്യൂ ആണ്. പ്രോഗ്രസീവ് വ്യൂ. നാണമില്ല സഹാവേ നിങ്ങളൊക്കെ ഈ സഖാവെന്ന് പറഞ്ഞ് നടക്കാൻ? ഈ മത തീവ്രവാദ ഗ്രന്ഥവും മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അത് പ്രചരിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിട്ട് മതേതരത്തിന് മുഖമൂടി അണിഞ്ഞ് ഇസ്ലാമിക തീവ്രവാദത്തിനുള്ളിൽ ജീവിക്കാൻ നിങ്ങൾക്ക് നാണമില്ല. നീ ഏതാണ് ഈ പ്രോഗ്രസീവ് വ്യൂ? മുഹമ്മദിന്റെ ജീവിതം, നിങ്ങളുടെ പ്രവാചകന്റെ ജീവിതം ഒരു പ്രോഗ്രസീവ് ജീവിതമാണ്. ഷംസീർ സാറിന് പറ്റുമോ മുഹമ്മദ് ജീവിച്ചാൽ ഇന്നൊന്ന് ജീവിക്കാൻ? അറിയാമോ? മുഹമ്മദിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടെന്ന് അൽസാബിനകത്ത് പറയുന്നുണ്ട്. 21-ാമത്തെ ആയത്തിനകത്ത് പറയുന്നു, 33-21 പറയുന്നു. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഷംസീറിന് കേരളത്തിലൊന്ന് ജീവിക്കാം. 6 വയസ്സുള്ള കൊച്ചിനെ കെട്ടി താങ്കൾക്ക് ഇവിടെ ജീവിക്കാം. മുഹമ്മദ് കെട്ടിയതാണല്ലോ 6 വയസ്സുള്ള കൊച്ചിനെ. 9-ാമത്തെ വയസ്സിൽ ആ കൊച്ചിനെ ശരീരത്തിൽ ഉപയോഗിച്ച ആളാണ് നിങ്ങളുടെ പ്രവാചകൻ. ആ വ്യക്തിയുടെ ആ ജീവിതത്തെ നിങ്ങൾക്ക് പ്രോഗ്രസീവ് വ്യൂ ആയിട്ട് എടുക്കാൻ പറ്റും. 11-ലധികം ഭാര്യമാരും അതിലധികം വെപ്പാട്ടിമാരും ശരീരം ദാനം ചെയ്തിട്ടെല്ലാം കൂടി 10-30 സ്ത്രീകളുമായിട്ട് ജീവിച്ച നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് ഉത്തമ മാതൃകയാണെന്ന് നിങ്ങളുടെ ഖുറാൻ തന്നെ പഠിപ്പിക്കുമ്പോൾ, ആ മാതൃക പോലെ താങ്കൾ ഇവിടെ ജീവിച്ചിട്ട് ഇതാണ് ഇന്നത്തെ കാലത്തെ പ്രോഗ്രസീവ് വ്യൂ എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? അറിയാൻ വേണ്ടി ചോദിക്കുക. ഇത് പ്രോഗ്രസീവ് വ്യൂ എന്ന് പറയേണ്ടത് പ്രാകൃതമായ പ്രാചീനമായ ബാർബേറിയൻ സംസ്കാരം എന്നല്ലേ പറയട്ടെ. നിങ്ങൾക്ക് ഇതിനകത്ത് എവിടാണ് പ്രോഗ്രസീവ് കാണാൻ പറ്റുന്നത്? നിങ്ങളുടെ ഖുറാനകത്ത് പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകളെ അടിക്കാൻ. സഹാബിനെ ബാക്കിയെടുത്തില്ല, ഞാൻ ബാക്കിയെടുത്തു തരാം. നിങ്ങളുടെ സ്ത്രീകളെ അടിക്കണം, ഭാര്യമാരെ അടിക്കണമെന്ന് പ്രോഗ്രസീവ് വ്യൂ ആണ്. അതൊക്കെ പണ്ട കാലം. ഇതുപോലെ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിം പെണ്ണുങ്ങൾ അടിക്കും, നിങ്ങളെ പഞ്ഞിക്കിടും. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് കൃഷിയിടമാണ്, നിങ്ങൾക്ക് സൗകര്യം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളൂ എന്ന് പഠിപ്പിച്ചതാണോ പ്രാചീന
ആധുനികം, അതോ ഇതിനെ പ്രാകൃതം എന്ന് പറയുമോ നമ്മള്? സഹാവ് ഈ പ്രോഗ്രസീവ് വ്യൂ ഭയങ്കരമാണ്. അമുസ്ലിങ്ങളെ, അവിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ പഠിപ്പിക്കുന്ന മതഗ്രന്ഥമാണ്. അപ്പൊ ചോദിക്കും, ഇന്നങ്ങനെ ചെയ്യുന്നുണ്ട്, ഇന്നെങ്ങനെ ചെയ്യാൻ പറ്റാത്ത നിയമം കിടക്കുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്തേനെ. കാരണം ജോസഫ് സാറിന്റെ കൈവെട്ടിയ സുഡാപ്പികള് ഖുറാൻ വിശ്വസിച്ചവരാ. അവരെന്തുകൊണ്ട് കൈവെട്ടി? ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇടത് കൈയും വലതു കാലും വെട്ടാനുള്ള കാരണം എന്താ? കൈകാലുകൾ എതിർദിശയിൽ നിന്ന് വെട്ടിക്കളയാനാണ് ഖുറാനിലെ ദൈവമാകുന്ന അള്ളാഹു പ്രാകൃത നിയമം എഴുതി വെച്ചിരിക്കുന്നത്. ആ പ്രാകൃത നിയമത്തിന്റെ നിവൃത്തിയാണ് നിങ്ങൾ പാവം ജോസഫ് സാറിന്റെ കൈ വെട്ടിക്കൊണ്ട് നടത്തിയത്. നിങ്ങൾ ആരെങ്കിലും അതിനെ അപലപിച്ചായിരുന്നു? ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇലക്ഷൻ നിന്നപ്പോ അവരെ ജയിപ്പിച്ചു വിട്ടില്ലേ? അതാണ് ഇസ്ലാമിന്റെ പ്രാകൃതവും ബാർബേറിനിസവും പ്രാചീനവുമായ മനസ്സ്. ഈ മനസ്സ് കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ പറയുന്ന ആധുനിക വ്യൂ, പ്രോഗ്രസീവ് വ്യൂ. എട്ടും പൊട്ടും തിരിയാത്ത ചെറുപ്പക്കാർ, അല്ല, എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ ചുമലിലേറ്റിക്കൊണ്ട് ഈ സുന്ദര കേരളത്തിൽ അരിയും മലരും കരുതിക്കൂ, കുന്തിരിക്കം വാങ്ങിച്ചു വെച്ചോ എന്ന് കുട്ടിപ്പിശാശുക്കളെ കൊണ്ട് സിന്താവ വിളിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത് ഈ മതഗ്രന്ഥമാണ്. ആ കുഞ്ഞു മനസ്സുകളിൽ, നിഷ്കളങ്കമായ മനസ്സുകളിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമില്ലാത്തവരെന്നോ നോക്കാതെ മനുഷ്യനാണ്, മനുഷ്യരോട് സ്നേഹിക്കണം, കരുതണം, അവനൊരു ആവശ്യം വന്നാൽ അവനെ നോക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ഈ കുട്ടി തീവ്രവാദികളുടെ ഉള്ളിൽ പോലും അന്യമതസ്ഥരോട് അരിയും മരരും കരുതിക്കൊള്ളാൻ അലറിക്കൂവി ആലപ്പുഴയിൽ കിടന്നുകൊണ്ട് വിളിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ആ പ്രോഗ്രസീവ് വ്യൂ അല്ല, ആ പ്രാകൃത 6-ാം നൂറ്റാണ്ടിലെ ബാർബേറിയൻ സംസ്കാരം. എന്നിട്ട് സഹാവ് ഞങ്ങളോട് പറയുന്നു പ്രോഗ്രസീവ് വ്യൂ ആണെന്ന്. എം അക്ബറിന്റെ പി സ്കൂളില് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ എങ്ങനെ മതം മാറ്റാമെന്ന് പഠിപ്പിച്ച് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചു. കുഞ്ഞു മനസ്സുകളിൽ നന്മയുടെ വിത്ത് പാകുന്നതിന് പകരം ദയയുടെയും കരുണയുടെയും സഹവർത്തിത്വത്തിന്റെയും സഹവാസത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു ഒരു പാഠം പഠിപ്പിച്ചു വിടുന്നതിന് പകരം നിങ്ങളെ പുസ്തകത്തിൽ, അവരുടെ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചു എന്താണ്, എങ്ങനെ മതം മാറ്റാൻ പറ്റുമോ? പ്രോഗ്രസീവ് എം അക്ബറിന്റെ വക. എന്താണ് സഹാവെ പ്രോഗ്രസീവ് മൈൻഡ് മാറിയ പലരും അഫ്ഗാനിസ്ഥാനിൽ പോയി ജയിലുകളിൽ കിടക്കുന്നതിന്റെ കാരണം എന്താണ്? സിറിയൻ ജയിലുകളിൽ കിടക്കുന്നതിന്റെ കാരണം പ്രോഗ്രസീവ് വ്യൂ അങ്ങ് കൂടിപ്പോയതുകൊണ്ടാണ്. അല്ല, ചോദിച്ചതേ ഉള്ളൂ. ഇന്നും ഇസ്ലാമിക മജോറിറ്റിയുള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരിയാ നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ കല്ലെറിഞ്ഞു കൊല്ലലും കഴുത്തുവെട്ടലും ഇല്ലേ? പാവ സ്ത്രീകളെ, വ്യഭിചാരം ചെയ്ത സ്ത്രീകളെ വ്യഭിചാരത്തിൽ പിടിച്ചിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുന്ന വീഡിയോകൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ടല്ലോ. പ്രോഗ്രസീവ് വ്യൂ ആണ്. എന്നിട്ട് അവന്മാര് വ്യഭിചരിക്കാൻ മറ്റു രാജ്യങ്ങളിൽ സഞ്ചരിക്കും. ആരും പിടിക്കുന്നില്ല, ആരും കൊല്ലുന്നില്ല, ആരും കല്ലെറിയുന്നില്ല. പക്ഷേ പാവയുടെ സ്ത്രീകൾ പിടിക്കപ്പെട്ടു പോയോ, അവരെ കല്ലെറിഞ്ഞു കൊല്ലും. എന്താ നിങ്ങൾ പുരുഷന്മാരെ കല്ലെറിഞ്ഞു കൊല്ലാത്ത? പ്രോഗ്രസീവ് വ്യൂ പഠിപ്പിക്കുന്നു അല്ലേ? സഹാവേ, ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ മതഗ്രന്ഥം പഠിച്ചവനും പഠിപ്പിക്കുന്നവനും മനുഷ്യന്റെ ഉള്ളിൽ, പഠിപ്പിക്കുന്നവന്റെ ഉള്ളിൽ മനുഷ്യത്വമില്ല, ദയയും കരുണയൊന്നുമില്ല, കൊള്ളയും കൊലപാതകവും മാത്രമേ ഉള്ളൂ. മനുഷ്യനെ കൊല്ലുന്നതിലൂടെ ഒരു സുഖം കണ്ടുപിടിക്കുന്ന ഒരു മൃഗീയമായ ഒരു വാസന മാത്രമേ ഇവരുടെ ഉള്ളിലുള്ളൂ. സഹാവിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സഹാവെ, 100 ആൾ കൂടുന്നിടത്ത്, അല്ലെങ്കിൽ ഉത്സവ സ്ഥലത്ത്, ഒരു പെരുന്നാൾ നടക്കുന്നിടത്ത്, ഒരു രാഷ്ട്രീയ പ്രോഗ്രാം നടക്കുന്നിടത്ത്, ഒരു മത പ്രോഗ്രാം നടക്കുന്നിടത്ത് ഏതെങ്കിലും ഒരുത്തൻ, അല്ല ഈ തിരക്കേറിയ ഒരു റോഡിലൂടെ, തിരക്കേറിയ ഒരു തെരുവിലൂടെ പോകുമ്പോൾ, അല്ലെ ഒരു മാളിലൂടെ പോകുമ്പോൾ ആരെങ്കിലും ഒരാള് ബുദ്ധൻ ശരണം ഗച്ഛാമി എന്ന് വിളിച്ചാൽ സഹാവേ ആരെങ്കിലും ഓടുമോ?
അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ക്രിസ്ത്യാനി ക്രൈസ്തലോട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓടുവോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓടുവോ? സഹാബൻ അറിയോ? ഒരു ജനക്കൂട്ടത്തിന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മതഗ്രന്ഥം പ്രോഗ്രസീവ് വ്യൂ പഠിപ്പിക്കുന്ന ഖുറാനിലെ പ്രോഗ്രസീവ് വിശ്വാസം വിശ്വസിക്കുന്ന ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ ഒരു അല്ലാഹു അക്ബർ എന്ന് വിളിച്ചോണ്ടല്ലോ, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുള്ള സ്ഥിതി എന്താ? ജനം ചിതറി ഓടും. പ്രാണനും കൈ പിടിച്ചോണ്ട് കുഞ്ഞുങ്ങളെയും വാരി എടുത്തുകൊണ്ട് ഉള്ളതെല്ലാം കളഞ്ഞിട്ട് മതിൽ ചാടി മരം ചാടി ഓടും. എന്താ കാരണം? സമാധാനം. അപ്പോഴേ വാരി വിതറുമെന്ന് അവർക്കറിയാം. പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയത്തില്ല. അത് മുസ്ലിങ്ങൾ വരെ ഓടും, സഹാവ് വരെ ഓടും. പ്രോഗ്രസീവ് വ്യൂ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് ഈ പണി കാണിക്കുന്നത്. അങ്ങനെ എന്താ നിങ്ങളുടെ പ്രോഗ്രസീവ് വ്യൂ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരുത്തൻ 4 പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ ജനം പ്രാണനും കൊണ്ട് ഓടുന്നതിന്റെ കാരണം അടുത്ത നിമിഷം പൊട്ടിത്തെറിവുണ്ടാവാം, പ്രാണൻ പോവും. എന്തിനാണെന്നറിയാമോ? സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുന്ന ഖുറാനിലെ സ്വർഗത്തെ കുറിച്ചൊരു ആധുനികമായ ഒരു പ്രോഗ്രസീവ് വ്യൂ ഇവർ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാണ്. എന്താണ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രോഗ്രസീവ് വ്യൂ? അങ്ങേക്ക് അറിയണോ? അറിയാമോ അങ്ങേക്ക്? വ്യഭിചാരശാല നടത്തുന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറികളെ കിട്ടും, സുന്ദരികളായ പെണ്ണുങ്ങളെ. ശരീരവർണ്ണനയൊക്കെ അള്ളാഹു ഖുറാനത്ത് പറയുന്നുണ്ട്. ആ തരത്തിലുള്ള ചൈനീസ് ഡോളുകളെ കിട്ടുമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ പ്രോഗ്രസീവ് വ്യൂ മനസ്സിൽ കൊണ്ട് നടക്കുന്നതിന് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങളുടെ ഉസ്താദ് പ്രസംഗിച്ചു, നിങ്ങളുടെ സ്വർഗം, ഇസ്ലാമിന്റെ സ്വർഗം ഒരു വ്യഭിചാരശാലയാണ്, മദ്യശാലയാണ്. വീഡിയോ ഞാൻ കാണിക്കാം, സഹാബിന് വേണമെങ്കിൽ അയച്ചുതരാം. ഈ പ്രോഗ്രസീവ് ചിന്ത, ഈ വൃത്തികെട്ട സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ആഗ്രഹമാണ് ഈ ചെറുപ്പക്കാരെ, അന്യമതസ്ഥരെ കൊല്ലത്തക്കതിൽ പൊട്ടിത്തെറിക്കാനുള്ള പ്രേരണ നൽകുന്ന ഘടകം. ശ്രീലങ്കയിൽ ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരുന്ന പള്ളിക്കകത്ത് കയറി ചെന്ന് പൊട്ടിത്തെറിച്ച് 100-200 നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പ്രേരിപ്പിച്ചതാണോ മനുഷ്യസ്നേഹം? അതിനെ പ്രോഗ്രസീവ് എന്നാണോ സഖാവെ വിളിക്കുന്നത്? പ്രാകൃതമായ നിയമം, പ്രാകൃതം, പ്രാചീനം, ബാർബേറിയനിസം, മനുഷ്യത്വമില്ലായ്മ, മൃഗീയത, ഇതൊക്കെ വാക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നു. ഇങ്ങനെ മനുഷ്യനെ, അന്യമതസ്ഥനെ കൊല്ലാനും കൊലവിളിക്കാനും വെറുക്കാനും പ്രേരിപ്പിക്കുന്ന മതഗ്രന്ഥമാണ് ഖുറാനെങ്കിൽ അതിനെ ഏത് അർത്ഥത്തിൽ അങ്ങ് പരിശുദ്ധം എന്ന് വിളിക്കും? ഒന്നറിഞ്ഞാൽ മതി. ഇവിടെ അങ്ങ് എല്ലാ മതഗ്രന്ഥങ്ങളും വായിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളാണ്. അതിനകത്ത് പുതിയ നിയമം എന്ന് പറഞ്ഞൊരു ഭാവമാണ്. അങ്ങയുടെ തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് ഇത് വായിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, സമയം കിട്ടുമെന്ന് അറിയത്തില്ല. ഈ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിനിടയിൽ ഇതര മതഗ്രന്ഥങ്ങൾ വായിക്കാൻ അങ്ങേക്ക് സമയം കിട്ടില്ല. എന്നാലും പറ്റുമെങ്കിലും ഒന്ന് വായിച്ചു കൊടുക്കുക. ഞങ്ങളുടെ കർത്താവ് പഠിപ്പിച്ച ഒരു ഉപമ, ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശ്വപ്രസിദ്ധമായ ഒരു കഥയാണ്. കഥ നല്ല ശബരിയാക്കാരന്റെ കഥയാണ്. ആ നല്ല ശബരിയാക്കാരന്റെ കഥയിൽ യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ്. കർത്താവിനടുക്ക് ചെന്ന് ഒരുത്തും ചോദിക്കുന്നു, ആരാണ് നിന്റെ സ്നേഹിതൻ? അപ്പൊ കർത്താവ് പറയാണ്, ഒരു ഉദാഹരണമാണ്, ഒരു സംഭവം പറയാണ്. ഒരിക്കലൊരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്ര ചെയ്തു. പോകുന്ന വഴിയില് ഒരു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ ശരിക്കും ഉപദ്രവിച്ചു, അർത്ഥപ്രണനാക്കി. പകുതി ജീവൻ മാത്രം ബാക്കി വെച്ചു. അവനുള്ളതെല്ലാം എടുത്തു, അവന്റെ വസ്ത്രം വരെ ഉരിഞ്ഞ് അവന്റെ കയ്യിലുള്ള എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടു. അതിലേക്കൂടെ ഒരു മനുഷ്യൻ വന്നു, ഒരു പുരോഹിതൻ. പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം. അവനങ്ങ് പോയി, നമസ്കാരം. പിന്നെ ഒരു ലേവ്യൻ വന്നു, അവനെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ നോക്കിയത് ഇവർ വെറുപ്പോടെ കാണുന്ന, ഇവരടിപ്പിക്കാത്തൊരു ഒരു സഹോദരനാണ്, ശമരിയക്കാരനെ യഹൂദന് വെറുപ്പാണ്. യഹൂദന് ഇഷ്ടമില്ല. കാര്യം അവരവരുടെ തനിമ സൂക്ഷിക്കാത്തവരാണ്, പാരമ്പര്യം സൂക്ഷിക്കാത്തവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്. പക്ഷേ ഈ ശമരിയക്കാരൻ അവനോട് ദയ തോന്നിയിട്ട് അവൻ ഇവനെ വന്ന് എടുത്ത് അവന് കുടിക്കാൻ കൊടുത്ത് അവന്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി, എണ്ണ പകർന്ന്, വീഞ്ഞ് പകർന്ന്
അവനെ ജീവനിലേക്ക് കൊണ്ട് വസ്ത്രം ഉടുപ്പിച്ച് അവനെ എടുത്തുകൊണ്ടൊന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്താക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ചെലവ് ഇനി അധികം വന്നാൽ ഞാൻ തരാം എന്ന് പറഞ്ഞു പോയി. ഒരു കഥ. ഇത് കണ്ട് കർത്താവ് തന്നോട് ചോദിച്ചവരോട് ചോദിച്ചാൽ, ആരാണ് സ്നേഹിതൻ? നിന്നെ കണ്ടപ്പോൾ മാറിപ്പോയവനാണോ, അതോ നിന്റെ ആവശ്യത്തിൽ സഹായിച്ചവനാണോ? സഹായിച്ചവനാണ്. ഷംസീർ സാറേ, ഈ മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ജാതിക്കും ഭാഷയ്ക്കും ഒക്കെ അപ്പുറത്ത് വർണ്ണം തിരിച്ച് വർഗം തിരിച്ച് പിന്നോക്കനും മുന്നോക്കനും ഒക്കെ ആക്കി വെച്ച് കുറഞ്ഞവരും കൂടിയവരും ആക്കി വെച്ച് മജ്ജയും മാംസവും വികാരവും വിചാരമുള്ള മനുഷ്യനെ കൊല്ലാനും കൊലവിളിക്കാനും പഠിപ്പിക്കുന്ന ഏത് പ്രത്യയശാസ്ത്രവും അത് ഇന്നത്തെ കാലത്ത് ബോധമുള്ളവൻ പുറംകാലി വെച്ച് അടിച്ചു കളയും. അതിന്റെ അപ്പുറത്ത് എൻ്റെ കർത്താവ് പഠിപ്പിച്ചതാണ്, മതത്തിനും വർണ്ണത്തിനും അപ്പുറത്ത് മനുഷ്യനെ സഹായിക്കുന്നവൻ കരുതുന്നവനാണ് സ്നേഹിതൻ. അതിനകത്ത് മതമില്ല, അതിനകത്ത് വർണ്ണമില്ല, അതിനകത്ത് പിന്നോക്കനും മുന്നോക്കനുമില്ല, അതിനകത്ത് ഉയർന്നവനും താണവനുമില്ല. ഏതൊരു മനുഷ്യനെയും മനുഷ്യനായി കണ്ടുകൊണ്ട് അവനെ സ്നേഹിക്കാനും അവനെ സഹായിക്കാനും അവന്റെ ആപത്ഘട്ടത്തിൽ അവനൊരു സഹായവും തുണയുമായിരിക്കാനുമാണ് കർത്താവ് പഠിപ്പിച്ചത്. മനുഷ്യനെ നിന്ദിക്കാനും മാറ്റി നിർത്താനും പഠിപ്പിച്ചില്ല. അതേസമയത്ത് നിങ്ങളുടെ മതഗ്രന്ഥം പഠിപ്പിക്കുന്നു, മുസ്ലിങ്ങളെ സ്നേഹിക്കണം, അന്യമതസ്ഥരെ വെറുക്കണം, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അവിശ്വാസികളോട് നിങ്ങൾ പരുഷമായി പെരുമാറണം. എന്തിനാ ഉള്ളാകുകയത്? അവര് മനുഷ്യരല്ലേ. ഒരു കാര്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം, അടുത്തത് ഞാൻ ബാക്കി പിന്നെ പറയാം. സഹാവേ, ഈ പ്രോഗ്രസീവ് വ്യൂ കൊണ്ടു നടക്കുന്ന സൗദി അറേബ്യയിൽ അള്ളാഹുവിന് പോലും വർഗീയത ഉണ്ടെന്ന് സഹാവിനറിയാം. അള്ളാഹു ദൈവമാണ്. ദൈവമാണെങ്കിൽ ദൈവം സർവ്വലോകത്തിന്റെ ദൈവമല്ലേ? ദൈവത്തിന് എന്തിനാണ് ഈ മതം? ദൈവത്തിന് എന്തിനാണ് വർഗം? എന്താണെന്നേ നിങ്ങളുടെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലമെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പ്രവാചകന്റെ പ്രധാനപ്പെട്ട മക്കയിലും മദീനയിലേക്കും അന്യമതസ്ഥരെ കയറ്റത്തില്ല, നോൺ മുസ്ലിംസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്നതിന് കാരണം എന്താ? പക്ക വർഗീയത. ദൈവത്തിന് പോലും ഉണ്ട്, നിങ്ങളുടെ ദൈവത്തിന് പോലും ഉണ്ട് വർഗീയത. ആ വർഗീയതയാണ് നിങ്ങളുടെ എല്ലാം മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ബോർഡ് വെച്ചിട്ട് അവിടെ കയറെന്ന് പറയുന്നത്. കാരണം ദൈവത്തിന് എന്ത് വേണം? എല്ലാവരും മതി. അല്ല, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മക്കയും മദീനെ സർവ്വ മനുഷ്യർക്കും വേണ്ടി തുറന്നു കൊടുക്കണം. അവിടെ വന്ന ആൾക്കാർ കണ്ടിട്ട് പവിത്രവും പാവനവുമാണ് അതെങ്കിൽ, അതിനകത്ത് ദൈവികത ഉണ്ടെങ്കിൽ നിങ്ങളുടെ അള്ളാഹുവിനെ സേവിക്കത്തില്ലേ? പക്ഷെ നിങ്ങൾ അള്ളാഹു പറയുന്നത് വേണ്ട, നിങ്ങൾ പറയുന്നത് വേണ്ട, കേട്ടണ്ട, അന്യമതസ്ഥർ വരരുത്, ഞങ്ങളുടെ മതസ്ഥർ മാത്രം വന്ന് ഈ പ്രാകൃതമായ ആചാരങ്ങൾ ഇവിടെ ചെയ്താൽ മതി എന്ന് പഠിപ്പിക്കും. ഇതെല്ലാം മതം. ഈ ആശയങ്ങൾ എങ്ങനെയാണ് സഹാബ് പ്രോഗ്രസീവ് വ്യൂ ആവുന്നത്? ഈ തരത്തിൽ മനുഷ്യനെ മൃഗമാക്കി മാറ്റത്തക്ക രീതിയിലേക്ക് സ്വാധീനിക്കാൻ കഴിയുകയും കൊല്ലാനും കൊലവിളിക്കാനും കഴിയുകയും ചെയ്യുന്ന ഒരു മതഗ്രന്ഥത്തെ എങ്ങനെയാണ് പരിശുദ്ധ മതഗ്രന്ഥം ആവുന്നത്? എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രം. സഹാവിന് സമയം കിട്ടുമ്പോൾ സഹാവ് ഇതൊന്ന് വിശദീകരിക്കണം, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും വിശദീകരിക്കണം. ഇതിന്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട അങ്ങ് പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. എന്താണെന്നറിയാമോ? സ്ത്രീകൾക്ക് ഭയങ്കര സ്ഥാനം കൊടുക്കുന്നതാണ്, ബഹുമാനിക്കുന്നതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അത് സത്യസന്ധമാണോ സഹാവേ? ഒരു പക്ക നുണയല്ലേ സഹാവേ? നുണ പറയുന്നതിനും സാക്ഷരകാലത്തിൽ നിന്നോട് പറയാവോ? ഒരു മര്യാദയില്ലേ? സ്ത്രീകളെ ഇതുപോലെ അപമാനിക്കുന്ന, താഴ്ത്തിക്കെട്ടുന്ന വേറെ ഏതെങ്കിലും മതഗ്രന്ഥ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സഹാവിനെ പഠിപ്പിക്കാം, സഹാവിന് പറഞ്ഞുതരാം. ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പ്രവാചക വാക്കുകളിൽ നിന്നും നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്ത് സമത്വമാണ് സ്ത്രീകൾക്കുള്ളത്, എന്ത് സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്കുള്ളതെന്ന് കാണിച്ചത്. എന്നിട്ട് സഹാവ് അതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്തൊരു ചാനൽ ചർച്ചയ്ക്കകത്ത് ഒന്ന് തിരുത്തി പറയാൻ പറ്റുമെന്ന് പറയണം കേട്ടോ. താങ്ക് യു സഹാവേ.